ഹലോ അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. അൽഹംദുലില്ലാ നമ്മളൊക്കെ സുഖമായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ പെരുന്നാളിൻ്റെ ഒരു ചെറിയൊരു കുഞ്ഞ് മിനി വ്ളോഗായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു അടപ്രഥമൻ്റെ പായസം നമ്മളന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ചിക്കൻ ബിരിയാണിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ നീച്ചിങ്ങാണ്ട് പണിയൊക്കെ ഒരുക്കുകയാണ്. അപ്പോൾ പിന്നെ എൻ്റെ ഇളച്ചൻ്റെ വീട്ടിലാണ് നമ്മൾ പെരുന്നാൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വീട്ടിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുക. എല്ലാവരും ഒരുമിച്ച് ഉമ്മ എവിടെ വെച്ചാൽ അവിടെ നമ്മൾ ഒരുമിച്ചാണ്ട് അങ്ങനെ പെരുന്നാൾ ഉണ്ടാക്കലാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ അവിടെ ഇളച്ചൻ്റെ വീട്ടിലേനും. അപ്പോൾ ഞങ്ങൾ ഏകദേശം പണിക്കൊന്ന് ആയതിന് ശേഷം മക്കൾ കുത്തുബക്ക് പോകാൻ വേണ്ടിയിട്ട് കുളിപ്പിക്കലും ഒരുക്കണമൊക്കെ തിരക്കാണ് കേട്ടോ. അപ്പോൾ മക്കളെയൊക്കെ ഒരുക്കി പറഞ്ഞതിന് ശേഷമാണ് പിന്നെ ബാക്കിയുള്ള പണി ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഓലൊക്കെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി നമ്മളെ സോനുവിൻ്റെ പെരുന്നാൾ ഡ്രസ്സ് ഇതാണ് കേട്ടോ. ചെറിയ പെരുന്നാളിൻ്റെ ഡ്രസ്സിന് കുറച്ചൊരു ചേഞ്ച് ഉള്ളൂ കേട്ടോ കിട്ടിയിട്ട്. ഇത് ചെറിയ ഇളച്ചൻ്റെ കുട്ടിയാണ്. അപ്പോൾ ഓൽക്കൊക്കെ ഞങ്ങൾ പായസം കൊടുത്തിട്ടാണ് കേട്ടോ. പായസമൊക്കെ റെഡി ആക്കണമല്ലോ. അപ്പോൾ കൊടുത്തിട്ടാണ് കുത്തുബക്ക് പറഞ്ഞേക്കണത് കേട്ടോ. അപ്പോൾ പായസമൊക്കെ റെഡി ആയപ്പോൾ അതൊക്കെ ചൂടാറ്റിങ്ങാണ്ട് മക്കൾക്ക് ഗ്ലാസ്സിൽ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടേനി. അപ്പോൾ ഇതാ ഓല് പിന്നെ കുത്തുബ കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ നമ്മൾ ചോറൊക്കെ പൊട്ടിച്ചു. അപ്പോൾ അതിന് കുളിയൊക്കെ കുളിയും വീട്ടിലത്തെ എല്ലാ പണികളും കഴിഞ്ഞു കേട്ടോ. കുത്തുബ കഴിഞ്ഞ് കുട്ടികൾ വരുന്നതിൻ്റെ മുമ്പ് പിന്നെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വരുന്നതിൻ്റെ മുമ്പ് തന്നെ ചോറൊക്കെ കുത്തിങ്ങാണ്ട് റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ ചിക്കൻ ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഉണ്ട് കുത്തി റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെരുന്നാളെന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കുമ്പോൾ അതൊരു സുഖമല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും പാടെ ഒരുമിച്ച് ഉണ്ടാക്കുമ്പോൾ അതൊരു വേറെ രസം തന്നെയാണ് കേട്ടോ. നമ്മൾ തലേന്ന് പൊഴിങ്ങാണ്ട് പിന്നെ എവിടെയാണെങ്കിലും ഒരുമിച്ച് കൂടുമ്പോൾ മുമ്പ് ഉണ്ടാവണമാണല്ലേ കുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എവിടെയാണെങ്കിലും ഒരു വീട്ടിൽ കൂടും. ഇപ്പോൾ ചെറിയൊരുനാൾ പിന്നെ നമ്മൾ ഇവിടെ അയൽവാസികളൊക്കെ മൊത്തത്തിൽ അങ്ങനെ ഉണ്ടാക്കിയൊക്കെയാണ് കേട്ടോ. നമ്മൾ ചെറിയൊരുനാൾ നിങ്ങൾ വ്ളോഗ് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ കുത്തുബയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ ചോറൊക്കെ വിളമ്പി മക്കളൊക്കെ ഇരുത്തി ഓരോരുത്തർക്കും ചോറ് വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്കും ചോറ് വിളമ്പി തൈരൊക്കെ കൊടുത്ത് അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് പിന്നെ എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് കുറേ സമയം കഴിഞ്ഞിട്ട് പിന്നെ ഒരിടത്താകുമ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊന്നുമില്ല. നമ്മൾ 3 കൂട്ടരും ഒരു വീട്ടിലുണ്ടാക്കുമ്പോൾ പിന്നെ 2 വീട്ടിലേക്ക് പോകണം. അത്രയും സമയം ലാഭമല്ലേ. പിന്നെ മക്കൾ ഇതാ ഒരുമിച്ചത് ഇതിൻ്റെ മോളും ഇളച്ചൻ്റെ മോളാണ്. ഇത് പിൻപോളെ പിന്നെ എല്ലാവരും അറിയില്ല നമ്മളെ പിന്നുമോളെ. അപ്പോൾ എല്ലാവരും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ എല്ലാവരും അവനവൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അത്രയ്ക്കാണ്. പിന്നെയുള്ള വീഡിയോസൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. എൻ്റെ വീട്ടിലേക്ക് കല്ലാമലൊക്കെ പോകുന്ന വീഡിയോസും കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ പെരുന്നാൾ വിശേഷങ്ങൾ. ബായ്, അസ്സലാമു അലൈക്കും.